KCB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് ആലുവ സെൻട്രൽ GST ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചു. പ്രതിസന്ധിയിലായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി കോടിക്കണക്കിന് രൂപയുടെ നികുതി പിരിവ് നടത്തുന്ന ഓഫീസ്. വിവരങ്ങളുമായി ബീന റാണി ചെയ്യുകയാണ്. ബീന, എന്താണ് സംഭവിച്ചത്? സുരേഷ്, ആലുവ സെൻട്രൽ GST ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിനാണ് KSEBയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. KSEB കഴിഞ്ഞ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരി 5 ഈ ഫെബ്രുവരി 5-ന് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കേണ്ട ദിനമായിരുന്നു. അത് ചില സാങ്കേതിക തകരാറ് മൂലം, അതായത് പബ്ലിക് ഫണ്ട് സിസ്റ്റം മാനേജ്മെൻറ്റിൻ്റെ ചില സാങ്കേതിക തകരാറ് മൂലം പണം എത്താൻ വൈകിയതിനെ തുടർന്ന് ഇവർക്ക് അടയ്ക്കാൻ സാധിക്കാതെ വന്നു. തുടർന്ന് GST ഡെപ്യൂട്ടി കമ്മീഷണർ തന്നെ നേരിട്ട് AE BV റസലിനെ വിളിച്ച് സംസാരിക്കുകയും ഇത് കുറച്ച് ദിവസത്തേക്ക് ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊന്ന് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ AE വളരെ മോശമായി പെരുമാറുകയും ഇവിടെ ഓഫീസിലെത്തി കണക്ഷൻ വിച്ഛേദിക്കുക മാത്രമല്ല സീൽ ചെയ്തു പോവുകയുമാണ് ഉണ്ടായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നികുതി ഇനത്തിൽ വലിയ തുക പിരിവായി കിട്ടുന്ന ഒരു ഓഫീസിൻ്റെ പ്രവർത്തനമാണ് ചില സാങ്കേതിക തകരാർ മൂലം KSEB ഇത്തരത്തിൽ കടുംപിടുത്തം മൂലം ഇല്ലാതാക്കിയത്. എന്തായാലും ഇന്നും ഇന്നലെയുമായി GST ഓഫീസ് പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലാണ്. GST രജിസ്ട്രേഷൻ, റീഫണ്ട് തുടങ്ങിയ സകല പ്രവർത്തനങ്ങളും താറുമാറായി കിടക്കുകയാണ്. പൊതുജനങ്ങൾക്കും ഇതുമൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ അടിയന്തരമായി തീർപ്പാക്കേണ്ട പല ഫയലുകളും നിശ്ചലമായി കിടക്കുകയാണ്. അത്തരത്തിൽ വലിയ തോതിൽ GST ഓഫീസിനെ ദ്രോഹിക്കുന്ന തരത്തിലാണ് KSEB ഇടപെട്ടത്. അല്ലെങ്കിൽ KSEBയിലെ ആലുവ വെസ്റ്റ് KSEB ഓഫീസിലെ AE പെരുമാറിയതെന്നത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നും ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.